വാരണാസിയിലെ ഗംഗാരതി ലോകപ്രശസ്തവും ഭക്തിനിർഭരവുമായ ഒരു ചടങ്ങാണ്. വാരണാസിയിലെ ഗംഗാരതിക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ആത്മീയ പാരമ്പര്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഗംഗാനദി കേവലം ഒരു ജലസ്രോതസ്സല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ ഗംഗാദേവിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആരതി നടക്കുന്നത് ഇവിടുത്തെ ദശാശ്വമേധ ഘട്ടിലാണ്. ഐതിഹ്യമനുസരിച്ച് ദശാശ്വമേധ ഘട്ട് എന്ന് പേര് വന്നത് ബ്രഹ്മാവ് ഇവിടെ 10 അശ്വമേധയാഗങ്ങൾ നടത്തിയതിനാലാണ്. ശിവനെ സ്വാഗതം ചെയ്യുന്നതിനായി നടത്തിയ ഈ യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലായി ഗംഗാരഥിനെ കാണുന്നു. നൂറ്റാണ്ടുകളായി ചെറിയ തോതിൽ നടന്നിരുന്ന ഈ ചടങ്ങിനെ ഇന്നത്തെ കാണുന്ന പ്രൗഢമായ രൂപത്തിലേക്ക് മാറ്റിയത് ഗംഗാ സേവാ നിധി എന്ന സംഘടനയാണ്. 1991 ഇത് ഒരു വലിയ ദൃശ്യവിരുന്നായി ക്രമീകരിച്ചത്. ജനങ്ങളിൽ ഗംഗാനദിയോടുള്ള ഭക്തിയും സംരക്ഷണ മനോഭാവവും വളർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ വാരണാസിയിലെത്തുന്നത് ഈ 45 മിനിറ്റ് നീളുന്ന ചടങ്ങ് കാണാനാണ്. ഗംഗാരതി കേവലം ഒരു പൂജ മാത്രമല്ല, അതീവ കൃത്യതയോടെയുള്ള ഒരു ആചാരമാണ്. ഹൈന്ദവ ദർശനപ്രകാരം പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5 മൂലകങ്ങൾ കൊണ്ടാണ്. ആരതിയിലെ ഓരോ ചടങ്ങും ഇവയെ പ്രതിനിധീകരിക്കുന്നു. പുഷ്പം ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു, ജലം ജലത്തെ തന്നെ, ധൂപം വായുവിനെ, ദീപം അഗ്നിയെ, ശംഖനാദം മണിമുഴക്കം ആകാശത്തെ. വേദപഠനം പൂർത്തിയാക്കിയ ബ്രാഹ്മണ യുവാക്കളാണ് ഇത് നിർവഹിക്കുന്നത്. അവർ ധരിക്കുന്ന വസ്ത്രം, അവരുടെ ഒരേപോലുള്ള ചലനങ്ങളും ചടങ്ങിന് ഗാംഭീര്യം പകരുന്നു. അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ വലിയ ശംഖുകൾ മുഴക്കിക്കൊണ്ട് തുടക്കം. വലിയ ചന്ദനത്തിരികൾ വായുവിൽ വട്ടത്തിൽ ചുഴറ്റി പുക പരത്തുന്നു. ഇച്ചളയിൽ തീർത്ത പാമ്പിൻ്റെ പത്തിയുള്ള ആകൃതിയുള്ള ഭീമാകാരമായ വിളക്കുകൾ ഉപയോഗിച്ചാണ് പ്രധാന പൂജ. ഭക്തർ ഈ സമയം ഗംഗാമാതാ കി ജയ് വിളികളാൽ മുഖരിതമാക്കുന്നു. അവസാനമായി കർപ്പൂരം കത്തിച്ച് നടത്തുന്ന പൂജ. അവസാനം ഭക്തർ ചെറിയ വിളക്കുകളും പൂക്കളും ഇലത്തോണികളിലാക്കി നദിയിൽ ഒഴുക്കുന്നു. ഇത് നദിക്ക് നൽകുന്ന ദക്ഷിണയായി കരുതുന്നു. വാരണാസിയിലെ ഗംഗാതീരത്തിരുന്ന് ആരതി കാണുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വാരണാസിയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഈ ചടങ്ങിന് വലിയ പങ്കുണ്ട്. ആയിരക്കണക്കിന് ബോട്ടുകളാണ് ഓരോ വൈകുന്നേരവും ഗംഗയിൽ ഈ കാഴ്ച കാണാൻ അണിനിരക്കുന്നത്. മതപരമായ വിശ്വാസങ്ങൾക്കപ്പുറം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഗംഗാരതി. നമസ്കാരം, ഗംഗയാണ് വാരണാസിയിൽ. ഞങ്ങളിപ്പോൾ നമോ ഘട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നിട്ടുള്ള 85ാമത്തെ ഘട്ട്. അത് ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ മോഡി ഗവൺമെൻറ് കൊണ്ടുവന്ന ഘട്ടമാണ് നമോ. നമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈയും കൂപ്പി നിൽക്കുന്ന ഒരു വലിയ പ്രതിമയുള്ള ഘട്ട്. അങ്ങനെയാണ് ഇതിന് നമോ എന്ന് പേര് വന്നത്. നമസ്തേ എന്നുള്ളതിൻ്റെ നമോ എന്ന രീതിയിൽ. ഞങ്ങളേതായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടാണ് പിന്നെ ഗംഗാരതി കാണുന്നത്. ഈ നമോഘട്ട് ഏറ്റവും പുതിയ രീതിയിൽ അടുത്ത കാലത്ത് റിവർ ഫ്രണ്ടേജൊക്കെ ആയിട്ടുള്ള പുതിയ രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഘട്ടമാണ്. ഇവിടെ വൃത്തിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് മറ്റുള്ള ഘട്ടുകളെ അപേക്ഷിച്ച്. ഇത് വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ബോട്ടിൽ ഇനി കയറാൻ പോവാം. ആ ബോട്ടിലേക്ക് അയാൾ കൊണ്ടുപോകണം. കാരണം സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഈ ഗംഗാരതി ഉണ്ടാവുക. അപ്പോൾ ഈ ബോട്ടിലേക്കാണ് തോന്നുന്നു കയറുന്നത്. ദിസ് വൺ. ഓക്കെ, അടിപൊളി. अच्छा, हर हर महादेव। थैंक यू सर। हम लोग थोड़ा सा वेट डिस्ट्रीब्यूट करके बैठेंगे तो बैलेंस में रहेगी गाड़ी। इस तरफ जाता है और इस तरफ കയറി. ഞങ്ങളെല്ലാവരും സേഫ്റ്റി ജാക്കറ്റ് ഇട്ടു. അത് കമ്പൽസറിയാണ് ഇവിടെ.
അറിയാവുന്ന എല്ലാവരും ഇടാൻ നോക്കുക. ഇല്ലാതെ വരുന്നവരുണ്ട്. അവിടേക്കുള്ള പല ബോട്ടുകളിലും അതില്ലാതെ വരുന്ന ആളുകളെ കാണാം. ഇവിടെ ഗംഗാരതി കാണാൻ ബോട്ടുകൾ വന്ന് നിരന്നിക്കുന്നതല്ലേ. ഒരുപാട് ബോട്ടുകളാണ് വന്നിരിക്കുന്നത്. ഒരു പ്രത്യേക ലോകം. അങ്ങനെ ഞങ്ങൾ ദശാശ്വമേധ് ഘട്ടിലെത്തി. ദശാശ്വമേധ് ഘട്ടാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അസ്തമയത്തിന് ശേഷം ഏകദേശം ഒരു 6:45 ആയി കഴിഞ്ഞാൽ ഗംഗാരതി തുടങ്ങും. ഈ ദശാശ്വമേധ് ഘട്ട് എന്നുള്ള പേര് വന്നത് ബ്രഹ്മാവ് ശിവനെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ 10 അശ്വമേധയാഗങ്ങൾ നടത്തി എന്നാണ് പുരാണം. അങ്ങനെയാണ് ദശാശ്വമേധ് ഘട്ട് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പ്രശസ്തമായിട്ടുള്ള ഗംഗാരതി നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദശാശ്വമേധ് ഘട്ടിലെ ലോകപ്രശസ്തമായ ഗംഗാരതി കാണാം. जय श्री राम, जय श्री राम, जय श्री राम. एक ही नारा, एक ही नाम. आप सभी लोग मुझे स्थान लेकर रह जाएं. ഇവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം നടക്കണമെന്നുള്ളത് മാത്രമല്ല കാശിയിലെ ഈ ഒരു പ്രത്യേകത. ചുരുങ്ങിയതൊരു 1000 ബോട്ടുകളെങ്കിലും ഞാൻ കാണിച്ചു തരാം.
എൻ്റെ ചുറ്റും മാത്രമല്ല, ഇതുപോലെ ഒരു 5-6 കെട്ടുകളിൽ ഇതുപോലെ ആരതി നടക്കുന്നുണ്ട്. ഒരു 1000കണക്കിന് ബോട്ടുകൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൻ്റെ അതിൻ്റെ ജോലിയും കാര്യങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഇവിടെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക, അതുപോലെ തന്നെ ഈ പല രീതിയിലുള്ള കച്ചവടങ്ങൾ ഇതിനിടയിൽ ചായ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പല പല കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ. ഒരു വലിയ ഒരു ബിസിനസ്, ഒരു സ്പിരിച്വൽ ടൂറിസം ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കും ഇതെല്ലാം വെറുതെ ഒരു ഹിന്ദു ഇത് മാത്രമാണ് അങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതുകൊണ്ട് ഉപജീവനം നടക്കുന്ന ഒരുപാട് ആളുകൾ, 1000കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ഗംഗാരതി പോലുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ആരതി നടക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ എനിക്കതിവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് തോന്നിയത്. അത് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വാരണാസിയിൽ വരാൻ ശ്രമിക്കുക. ബോട്ടൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൂടി ടിപ്പിക്കുകയാണ് ഒരു ക്യാപ്പ് കിട്ടി അതിനുള്ളിലേക്ക് കയറി പോകും. ഇത് കണ്ടില്ലേ ഈ പയ്യൻ, ഞങ്ങളുടെ ബോട്ട് ഡ്രൈവറാ ഈ പയ്യൻ കാണിക്കണുണ്ടല്ലേ അഭ്യാസങ്ങൾ. ഇവൻ്റെ അഭ്യാസം കണ്ടില്ലേ? ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്. പിടിച്ചു. ഞങ്ങൾക്ക് ആക്ച്വലി തിരിച്ചാണ്, അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ തിരിയാൻ പറ്റാത്ത കാരണം ബോട്ടായിട്ട് മുമ്പിലേക്ക് വരിക, തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. കാരണം അവിടെ അത്രയും ബ്ലോക്കായി കിടക്കും ബോട്ട്. ഗംഗാനദിയിൽ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് ബ്ലോക്കാവുന്ന കേട്ടിട്ടുണ്ട്. ഇത് ഗംഗയിൽ ബോട്ടുകൾ വന്ന് നിറച്ചിട്ട് അത് ബ്ലോക്കായിരിക്കുകയാണ് ആരതി കഴിഞ്ഞ സമയത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. World first floating CNG station. Namokhat. ഇതാണ് Namokhat. ഞങ്ങൾ ഗംഗാരതി കഴിഞ്ഞിട്ട് ഇനി കാലഭൈരവ ക്ഷേത്രം ഉണ്ട്, അങ്ങോട്ട് പോവാം. കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ കാലഭൈരവനെ കണ്ടിട്ട് നമ്മൾ കാശി വിശ്വനാഥനെ കാണാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോയിട്ട് കാലഭൈരവ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നാളെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാണ്ട് കയറാൻ പറ്റുമെന്ന് പറഞ്ഞതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഏതായാലും ഇന്നത്തെ ഗംഗാരതിയും ഗംഗയിലെ ബോട്ട് യാത്രയും വലിയൊരു അനുഭവമാണ്. ഭയങ്കര വഴിയാണ് കേട്ടോ.
കുട്ടികളെ കാലഭൈരവ ക്ഷേത്രത്തിലേക്കുള്ള അവരുടെ വഴി കൂടെ ഗൈഡ് ഞങ്ങളെ എളുപ്പത്തിക്കണതാണ്. അങ്ങനെ ഞങ്ങൾ കാലഭൈരവ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. എല്ലാവരും കാറിൽ കയറി. അവിടെ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എൻ്റെ കഴുത്തിലെ മാല കിടക്കുന്നില്ലേ, അവിടെ കയറി ഇവരൊക്കെ തൊഴുതു. ഞാൻ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നെ ഒരാൾ പിടിച്ചു വലിച്ചുകൊണ്ടിട്ട് എൻ്റെ കഴുത്തിലേക്ക് ഈ മാല ഇട്ടു. എന്തിനാറിയില്ല. അപ്പം ഇവർക്ക് വേറെ ആരുടെ കയ്യിലേക്കും കൊടുത്തില്ല. ഞാനിപ്പോൾ അത് കഴുത്തിലിട്ടപ്പോൾ വന്നിക്കണം. ഇപ്പോൾ ഇത് നാട്ടിലേക്ക് കൊണ്ടുവരണം എങ്ങനെയാലും. ഇതിൻ്റെ കൂടെ എന്തൊക്കെയോ കുറേ ചരണം നിന്നുണ്ട് അമ്പലത്തിൽ നിന്ന്. ഈ കാലഭൈരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിയുടെ കാവൽക്കാരൻ എന്നാണ് സങ്കല്പം. അപ്പോൾ കാലഭൈരവനെ വണങ്ങിയിട്ട് നമ്മൾ കാശി വിശ്വനാഥനെ തൊഴാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ പോയി തൊഴാൻ പോയതാണ്. ഇത് എന്താണെന്നറിയില്ല, ഇങ്ങനെ ഒരു ആളൊക്കെ എന്തോ ഇങ്ങനെ ചെയ്യാൻ തോന്നി. എൻ്റെ കഴുത്തിൽ ഇട്ടിടാൻ തോന്നി എന്തോ ഒരു ഇത്. അല്ലാണ്ട് ഞാൻ എന്താ പറയാ, പിടിച്ച് എൻ്റെ കഴുത്തിലിട്ടത്.